ഹായ് ഹലോ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പത്തിരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അരി കുതിർത്ത് അരിക്ക് ഒന്നും ചെയ്യണ്ട കേട്ടോ. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. കറിയൊന്നും ഇല്ലാതെ നമുക്ക് രാവിലെ ഇനി വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റും നല്ല കിടിലായിട്ടുള്ളൊരു പത്തിരി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിതാ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് മീഡിയം സൈസുള്ള ഒരു സവാള എടുക്കാം കേട്ടോ. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പച്ചമുളകാണ്. അത് ഒന്നോ രണ്ടോ എടുക്കാം, നിങ്ങളെ എരിവിനനുസരിച്ചിട്ടാട്ടോ എടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, അല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില എടുക്കാം. അതുപോലെ ഒന്ന് ചെറുതായിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഈ ഒരു പത്തിരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിന് കൂടുതൽ നമുക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ, അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് വേണം നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ആ ഒരു ഉള്ളിയിലെ വെള്ളമൊക്കെ ഒന്ന് പുറത്തേക്ക് വരണം. ആ ഒരു സമയത്ത് വേണം നമ്മളിതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ സവാളയും പച്ചമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഉപ്പും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ളത് 1/2 കപ്പോളം അരിപ്പൊടിയാട്ടോ. നമ്മൾ സാധാരണ പത്തിരിപ്പൊടി, നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ, അതാട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളിതാ ഇതിലേക്ക് ചേർക്കുന്നത് റവയാട്ടോ. അപ്പോൾ 1/2 കപ്പോളം റവ ചേർക്കുന്നുണ്ട്. വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത ആണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആദ്യം നമ്മൾ റവയും അരിപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം കൈ വെച്ച് ഇതുപോലൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം മിക്സാക്കി എടുക്കാൻ മറന്നു പോകാത്ത നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പാകത്തിന് വേണം നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസായി പോകാനും പാടില്ല, എന്നാൽ നല്ല കട്ടിലുണ്ടാകാനും പാടില്ല കേട്ടോ. നമ്മളെ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ആ ഒരു പാകത്തിന് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. റവ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ആവശ്യമുണ്ടാവും കേട്ടോ. അരിപ്പൊടിക്കും വെള്ളം കൂടുതൽ വേണം, റവക്കും വെള്ളം കൂടുതൽ ആവശ്യമുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നോർമൽ വാട്ടർ ആട്ടോ, ചൂടുവെള്ളം എന്നുള്ള സാധാരണ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇപ്പം തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് സമയമൊന്നും പിടിക്കാതെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പത്തിരിയുടെ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. റവ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണെന്ന് നോക്കാം കേട്ടോ. നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുഴച്ച് കിട്ടുന്ന ആ ഒരു പാകത്തിന് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് എത്ര വലുപ്പത്തിലുള്ള വേണമെന്നനുസരിച്ചിട്ട് നമുക്ക് ബോൾസ് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിലോട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ എടുത്തിട്ട് നമുക്ക് അതിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ കയ്യിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം, തടി ഉണ്ടാകാൻ പാടില്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമായിട്ട് നമുക്ക് നല്ല ക്രിസ്പായിട്ടുള്ള പത്തിരി റെഡി ആയിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല തടി ആയിക്കഴിഞ്ഞാൽ അതങ്ങ് പൊങ്ങി വരും, നമുക്ക് ക്രിസ്പായിട്ട് കിട്ടില്ല കേട്ടോ. ഈ ഒരു പാത്രത്തിൽ നമ്മൾ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് പാത്രത്തിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ചൂടായി വന്ന എണ്ണയിലോട്ട് നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഈ ഒരു എണ്ണയിൽ കിടന്നിത് പൊരിഞ്ഞ് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. ഈ എണ്ണയിൽ ആ ഒരു ചൂടൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്ന അതൊക്കെ ഒന്ന് താണു പോയിട്ട് നന്നായിട്ട് ഇതിങ്ങനെ പൊരിഞ്ഞ് ഇങ്ങനെ പൊങ്ങി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതുവരെ നമ്മളിതിന് തൊടാൻ പാടില്ല കേട്ടോ. തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് അതൊന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തൊന്നും നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കാനൊന്നും പാടില്ല. നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ തിളച്ച് ആ ഒരു തിളച്ച് വരുന്നത് ഇങ്ങനെ താണു വരും. വന്നതിന് ശേഷം നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മുരിഞ്ഞ് കിട്ടിക്കോളും. എന്നിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് കളറൊന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ. നമുക്ക് എത്ര പാകത്തിന് വേണമെന്നനുസരിച്ചിട്ട് കളറൊന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി തിളച്ച് വന്നിട്ടുള്ള ആ ഒരു എണ്ണ ഇങ്ങനെ താണു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താട്ടോ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ പൊങ്ങിക്കിടക്കും കേട്ടോ. ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഇതിനൊന്ന് തിരിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ നന്നായിട്ട് നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ടാവും. കളറൊന്ന് മാറ്റിയെടുത്താൽ മാത്രം മതിയാവട്ടെ. പൊങ്ങി വന്നിട്ടൊന്നുമില്ല, നമ്മൾ നല്ല നൈസായിട്ട് ഉണ്ടാക്കിയെടുത്തതുകൊണ്ട് തന്നെ പൊങ്ങി വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു പാകത്തിന് ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം കളറൊന്ന് മാറ്റിയെടുക്കണം അതനുസരിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കളർ മാറ്റിയെടുത്താൽ മതിയേ. പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പത്തിരിയുടെ ആ ടൈമൊന്നും എടുക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് വരും.
നമ്മൾ ഇത് ഫുൾ ഫ്ലെയിമിൽ തന്നെയാണല്ലോ വെക്കുന്നത്. അത് ലോ ഫ്ലെയിമിലൊന്നും മാറ്റി കൊടുക്കുന്നില്ല. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് 1 പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു പാകത്തിനായിട്ട് നമുക്ക് വേണ്ടുന്നത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ആ ഒരു എണ്ണയൊക്കെ ഇതാ ചൂടൊക്കെ നന്നായിട്ട് ഇതാ താണ് വന്നിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ ഈ ഒരു പാകത്തിനായപ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് നമ്മൾ മുരിച്ചെടുത്തിട്ടില്ല. ഈ ഒരു കളറായപ്പോൾ തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല ക്രിസ്പി ആയിട്ടോ കഴിക്കാൻ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് സമയം വെച്ചാലും ഇതാ ഇതുപോലെ തന്നെ ആയിട്ടുണ്ടാവും. നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും നമ്മളെ പത്തിരി. ഇതാ ഇതുപോലെ റെഡിയാക്കി എടുത്താൽ തന്നെ. അപ്പോൾ കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ. താങ്ക് യു.